ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് എങ്ങനെ ബീഫിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 200 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം കുതിരാനിടണം. ഇത് നല്ല തിളച്ച വെള്ളത്തിലിടുമ്പോൾ വേഗം കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടും. 15 മിനിറ്റോളം കുതിരാനിടാം. ഇതിവിടെ 15 മിനിറ്റ് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാകും. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കേണ്ടതാണ്. 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി 1-2 പ്രാവശ്യം കഴുകി നമുക്കെടുക്കാം. അത് നമുക്കിവിടെ കിട്ടിയത് സോയ ചങ്ക്സിന് വലിപ്പം കൂടുതലാണ്. ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അരപ്പൊക്കെ കയറി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കണം. ഒരു സബോള നല്ല കനം കുറച്ച് അരിഞ്ഞാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സബോളയായിരുന്നു. ഒരെണ്ണം മതിയാവും. അത് നല്ല കട്ടി കുറഞ്ഞ് നമ്മുടെ ചെറുതായിട്ടൊന്ന് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളകാണ് ഇതിലേക്ക് ആവശ്യം എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു. അത് ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ചെറിയൊരു ചുമപ്പ് കളറാകുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചുവപ്പ് കളറായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരല്പം വേവ് കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, അതായത് 1/2 സ്പൂണിനടുത്ത് ഒരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇടുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് കൂടെ വഴണ്ട് കിട്ടാനൊക്കെ നല്ലതാണ്. 2 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ടൊന്ന് വെക്കാം. നന്നായിട്ടിവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.